ഞമ്മച്ച് വീഡിയോ എടുക്കട്ടെ കേട്ടാ. ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിൽ പോണ വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി, എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കടെ അടുത്തേക്ക് പോകാനൊക്കെ നിന്നിരുന്നതാണ്. അപ്പോൾ ഒരു ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നതും പറഞ്ഞിട്ട്, പക്ഷേ എന്തായാലും ഇപ്പോൾ പോക്കൊക്കെ ക്യാൻസലായിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഇക്കാൻ അവിടെ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞു, ബ്രാഞ്ച് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം നമുക്ക് പോകാനൊന്നും പറ്റിയില്ല. തിങ്കളാഴ്ച പോകുമെന്ന് പറഞ്ഞതായിരുന്നു. നോക്കുമ്പോൾ ആകെ വിഷമമായി. എന്താ വെച്ചാൽ അത്രയും ആഗ്രഹിച്ചു, കുറേ നാളായിട്ട് ആഗ്രഹിക്കണത് അങ്ങനെ പോകണം എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തു വന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നോക്കുമ്പോൾ അവർ ഒരേ ഒഴിവ് കഴിവുകളൊക്കെ പറയേ. അവരെ റൂമുണ്ടായിരുന്നു, കമ്പനി റൂമുണ്ടായിരുന്നു അവിടെ. അവർ അഡ്വാൻസ് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇപ്പം അവർ പറയുക, അവർ പറഞ്ഞിട്ട് തന്നെയാണ് ഇക്ക അങ്ങോട്ട് മാറിയതൊക്കെ. ഇക്ക അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ മെയിനായിട്ടുള്ള പാത്രങ്ങൾ അങ്ങനെയൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവർ പറയണത് അവിടെ വേറെ ആൾ വരികയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോക്കൊക്കെ ക്യാൻസലായി. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു വിഷമത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് പോണ വീഡിയോ ആണ് അന്ന് എടുത്തതാണ് കേട്ടത്. അപ്പോൾ അതേ ഇവിടെ നോക്കുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ട് ആകെ വെള്ളമൊക്കെ മുട്ടി നിൽക്കുകയായിരുന്നു കേട്ടോ. പാടമൊക്കെ നിറഞ്ഞ് പിന്നെ റോട്ടിലേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ ഇതേ പോണ വഴിയാണ് കേട്ടത്. നമ്മളെ വീടിൻ്റെ അങ്ങനെയുള്ള ബസ്സിനാണ് പോണത്. മറ്റേ വഴിക്ക് പോവുകയാണെങ്കിലും പിന്നെ വണ്ടി മാറി കയറണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഒരു 3 മണിക്ക് ഒക്കെ ഒരു ബസ് ഉണ്ടായിരുന്നു, 3:10. അപ്പോൾ ആ ബസ്സിൻ്റെ ഇത് വെച്ചിട്ടാണ് പോയത്. ശക്തനിൽ നിന്നാണ് ആ ബസ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇപ്പോൾ പോവുകയാണ് കേട്ടോ. ഞാനും നിച്ച് മാത്രമുള്ളൂ. അപ്പം അന്ന് പിന്നെ വീട്ടിൽ പോയിട്ട് അന്ന് തന്നെ വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഒക്കെ പറഞ്ഞ് വേണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്താൽ മതി, തിങ്കളാഴ്ചക്കൾക്ക് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പം നോക്കുമ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഞാനിതാ ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ബസ്സിനാണ് വന്നത്. അപ്പോൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ആരും എന്ന് വെച്ചാൽ ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഉമ്മയും അമ്മായി ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടത്. ഓടി ഓടി ഏതാടിനെ വേണ്ട നിങ്ങൾക്ക്? ഏതാടിനെ വേണ്ട? കുറുമ്പ് കണ്ട എന്താ ചെരുപ്പിടാണ്ട് പോന്നെ? ഉണ്ണി വിട്, ഉണ്ണി വിട്, ഉണ്ണി വിട്, ഉണ്ണി വിടണ. എന്താ ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നമുക്ക് ആടിനെ മേടിച്ച് നോക്കാട്ടാ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ള നേരം വീട്ടിലെ പണി കഴിഞ്ഞ് ബാക്കിയുള്ള നേരം ആടിന് കെട്ട. പുല്ല് ചിന്നനാ വലിക്കണ്ട തിന്നട്ടെ. വലിച്ചാലിന്റെ കുട്ടി വീടട്ടാ. അത് തിന്നട്ടെ, അതിന് എത്തണ്ടേ എല്ലാം തിന്നാനായിട്ട്. പിച്ചുണ്ട് കേട്ടാ. വലിക്കരുത്, അവിടെ പിടിച്ചു നിന്നാ മതി. പിച്ചുന്നാ മതിട്ട് മുത്തേ, അതിനെ വിട്ടു കൊടുക്ക് പൊന്നോ. അപ്പോൾ ഇവിടെ വന്നാൽ നിച്ചുമോൻ്റെ പണിയാണ് ഇതൊക്കെ. ആടിനേറ്റും പിന്നെ പോത്തിനേറ്റൊക്കെ ഉള്ള അംഗവിട്ടകളാണ്. അപ്പോൾ ഇവിടുത്തെ ആടിനെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ രാധേച്ചിനെ കണ്ടപ്പോൾ ആടിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആൾ എന്നെ വിളിച്ചിട്ട് ഓടിയതാണ്. പിന്നെ ചെരുപ്പൊന്നും ഇടാത്ത കാരണം എൻ്റെ ചെരുപ്പ് ഊരി കൊടുത്തു ഞാൻ. അപ്പോൾ അത് ഇട്ടിട്ട് നടക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.